നമസ്കാരം. കൊടും കുറ്റവാളി, അതും ഒരു പെണ്ണിനെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ പിച്ചി ചീന്തിയിട്ടും പഴകി ദ്രവിച്ച നിയമത്തിന്റെ പിടിപ്പുകേടിൽ ഇപ്പോഴും ജയിലിൽ തൂക്കുകയർ പോലും വിധിക്കാതെ തിന്നു കൊഴുത്തു കിടക്കുന്ന നരാധമൻ. പോരാത്തതിന് ഒറ്റക്കയ്യൻ. അങ്ങനെ ഒരാളാണ് ഇക്കണ്ട പോലീസിനെ മുഴുവൻ വെട്ടിച്ചുകൊണ്ട് ജയിലിന്റെ കമ്പികൾ അറുത്തുമാറ്റി 6 മണിക്കൂറോളം കൂളായി പൊതുസ്ഥലത്ത് വിലസി നടന്നതെന്നോർക്കുമ്പോൾ ഇതിനു പിന്നിലെല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തി കാണിക്കാൻ കേരളം ഭരിക്കുന്ന സർക്കാരിനോ ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയനോ പോലീസ് സേനയ്ക്കോ ജയിൽ അധികൃതർക്കോ കഴിയില്ല. സംഭവിച്ചത് അതിരൂക്ഷമായ സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി വളച്ച് ഇലക്ട്രിക് ഫെൻസിങ്ങിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച് മതിലിലൂടെ ഊർന്നിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു. ഇത് വിശ്വസിക്കണം, വിശ്വസിച്ചേ മതിയാകൂ, വേറെ വഴിയില്ല. 2 കൈയുള്ള ജയിൽ ജീവനക്കാരോട് ഒറ്റയ്ക്ക് ഇതൊന്നു ചെയ്തു കാണിക്കാൻ പറഞ്ഞാൽ പോലും നടക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നാനാഭാഗത്തു നിന്നും സുരക്ഷാ വീഴ്ചയെ ചൊല്ലി അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഉയരുന്നത് ജയിലിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സെല്ലിനകത്ത്, അതും അതിസുരക്ഷാ ജയിലിൽ കഴിഞ്ഞിരുന്ന ഗോവിന്ദച്ചാമിക്ക് എങ്ങനെയാണ് ജയിലിലെ സെല്ലിന്റെ കമ്പി മുറിക്കാൻ കഴിഞ്ഞതെന്ന ചോദ്യമാണ് കൂടുതലായി ഉയരുന്നത്. ക്രിമിനൽ കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തു വന്നു. CPIMന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പാർട്ടി അറിയാതെ ഈച്ച പോലും പുറത്തു കടക്കില്ല എന്ന് ഇതിന്റെ ക്രെഡിറ്റും പിണറായി വിജയൻ വെച്ചാൽ മതിയെന്നും സന്ദീപ് വാര്യർ തന്റെ കുറിപ്പിൽ പറയും. ഇടതുപക്ഷ സർക്കാരിൽ ഗോവിന്ദച്ചാമിക്കും ബെസ്റ്റി ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയ സന്ദീപ് വാര്യർ CPIMന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പാർട്ടി അറിയാതെ ഈച്ച പോലും പുറത്തു കടക്കില്ല എന്നും പിന്നെയല്ലേ ഗോവിന്ദച്ചാമി ഒറ്റ കൈയും വെച്ച് സെല്ല് മുറിച്ച് 4 ആൾ പൊക്കത്തിലുള്ള മതിൽ മുണ്ടുകൾ ചേർത്ത് കെട്ടി വടമുണ്ടാക്കി എറിഞ്ഞു പിടിപ്പിച്ച് വൈദ്യുതി വേലിയിൽ തട്ടാതെ ജയിൽ ചാടുന്നതെന്നും ഇതിന്റെ ക്രെഡിറ്റും പിണറായി അങ്ങ് വെച്ചാൽ മതിയെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് പുലർച്ചെ 1:15 സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയത്. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് പുറത്തേക്ക് കടന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും. ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചു എന്നുള്ള നിഗമനം ഇതൊക്കെ ശരിവെക്കുന്നുണ്ട്. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത്. ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടി. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. അതേസമയം ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ എല്ലാ സഹായവും ലഭിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. ക്രിമിനലുകൾക്ക് തീരെഴുതി കൊടുത്തതാണ് കണ്ണൂർ ജയിലെന്നും ജയിൽ അധികൃതരുടെ സഹായമില്ലാതെ ഒരാൾക്ക് എങ്ങനെ രക്ഷപ്പെടാനാകുമെന്നാണ് കരുതുന്നതെന്നും പറഞ്ഞ അദ്ദേഹം അതിനകത്തു നിന്നും പുറത്തുനിന്നും എല്ലാ സഹായവും ജയിൽ ചാടുന്നതിന് ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചു എന്നും നാട്ടുകാരുടെ ജാഗ്രത കൊണ്ട് മാത്രമാണ് കൊടും കുറ്റവാളി പിടിയിലായതെന്നും ചൂണ്ടിക്കാട്ടി. സെല്ലിൽ പലപ്പോഴായി ശേഖരിച്ചു വെച്ച തുണിയാണ് തലയിൽ ഭാണ്ഡമാക്കിയത്. മതിലിനോട് ചേർന്ന് അടുക്കുകൾ ഉണ്ടാക്കാൻ ദിവസങ്ങളെടുത്തു. ഏകദേശം 20 ദിവസങ്ങളിലായി നടത്തിയ തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതെന്ന് കണ്ണൂർ SP തന്നെ സമ്മതിച്ചു. 6 മീറ്റർ ഉയരമുള്ള മതിലാണ് ചാടിക്കടന്നത്. ഇലക്ട്രിക് ഫെൻസിങ്ങിലൂടെ ഊർന്നാണ് പുറത്തു വന്നത്. ആ സമയം വൈദ്യുതി ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. വേലിയിൽ ഈ സമയം വൈദ്യുതി ഇല്ല എന്ന് ഗോവിന്ദച്ചാമി എങ്ങനെ മനസ്സിലാക്കിയെന്നതും ചോദ്യമായി അവശേഷിക്കുന്നു. ഗോവിന്ദച്ചാമിയെ പിടികൂടുമ്പോഴുള്ള വേഷവും പല ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കറുപ്പ് വസ്ത്രം ധരിച്ചാണ് ചാടിയതെന്നായിരുന്നു പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാൾ പുറത്തിറങ്ങിയ ശേഷം വസ്ത്രം മാറിയെന്ന് വ്യക്തം. ജയിലിലെ നല്ല നടപ്പിന് ഗോവിന്ദച്ചാമി ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. നീണ്ടു വളർന്ന താടിയും മുടിയും തന്നെ അതിന് തെളിവ്. ജയിലിനകത്ത് പോലും ഇയാളെ നിയന്ത്രിക്കാൻ വാർഡന്മാർക്ക് സാധിച്ചില്ല എന്നതും വസ്തുതയാണ്. പലപ്പോഴും പട്ടിണി കിടന്നും ഭക്ഷണ മെനുവിൽ നിർബന്ധം പിടിച്ചും ഇയാൾ ജയിൽ അധികൃതർക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ സുരക്ഷയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ച് ജയിൽ ചാട്ടവും. 4 മണിക്കൂറിനുള്ളിൽ പിടികൂടിയെങ്കിലും പോലീസിനും ജയിൽ വകുപ്പിനും ഇത് നാണക്കേട് തന്നെയെന്ന് പറയാതെ വയ്യ.